നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രേണു, ചായ എടുക്ക്. ശരി അശോയേട്ടാ. എനിക്ക് ചായ വേണ്ട. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാവും. കാരണം അത് തന്നെ. ബന്ധങ്ങളെല്ലാം എന്നും നിലനിൽക്കണം മോളെ. ഇന്നലെ രാത്രിയില് ഞാൻ ചിന്തിച്ചത് മുഴുവൻ ഇത്തരം കാര്യങ്ങളാ. നമുക്ക് ഈ വീടും വേണം, നിന്റെ ഭർത്താവിന്റെ വീടും വേണം. സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ ഏട്ടനെ വിട്ടു വരാൻ പാടില്ല. ഏട്ടന് ഇവിടെ ആകെയുള്ളൊരു ആശ്വാസം ഞാനാ. പോകുന്നത് ദൂരേക്കൊന്നും അല്ലല്ലോ. അമ്മയ്ക്ക് എപ്പ വേണമെങ്കിലും ഇവിടെ വന്ന് അമ്മാവനെ കണ്ടൂടെ? അത് തിരിച്ചും ചിന്തിക്കാലോ. നിനക്കിവിടെ വന്ന് ഞങ്ങളെയും കാണാലോ മോളെ. നിഖിലിനെ കുറിച്ച് ആലോചിക്കണ്ട. അവനൊരു ആൺകുട്ടിയല്ലേ, അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. നീ അവന് പഠിക്കാൻ വേണ്ട ചെലവ് മാത്രം നോക്കിയാൽ മതി. ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേ വേണ്ട. ഇവള് സംസാരിച്ച് ചന്ദ്രികയുടെ മനസ്സ് മാറ്റൂ. ഇത്തിരി ആസ്മയുണ്ടെങ്കിലും ഇത്രയും നല്ല ജോലിക്കാരിയെ എവിടെന്ന് കിട്ടാനാ? ഞങ്ങളങ്ങോട്ട് വന്നാ നിന്റെ ജീവിതം കൂടെ സമാധാനം ഇല്ലാതാവും. അമ്മയോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? പറയമ്മേ, അമ്മയും നിഖിലും കാരണം എന്റെ സമാധാനം പോവെന്ന് അമ്മയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? എന്നെ ആര് ഭീഷണിപ്പെടുത്താനാ? അമ്മായി ഇവിടെ ഉണ്ടല്ലോ. അവരേത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഏട്ടത്തി എന്നോട് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ലത് വരുന്നതിൽ ഏട്ടത്തി സന്തോഷിക്കായിരുന്നു. ഏട്ടത്തിയുടെ സാരികൾ വരെ എനിക്ക് തരാൻ തയ്യാറായി. അമ്മായി അത്രയും സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഇത് എന്റെ മാത്രം തീരുമാനമാണ്. എനിക്ക് നിന്നെ കാണണം തോന്നുമ്പോ ഞാൻ വിളിക്കും. അപ്പൊ തന്നെ വന്ന് കണ്ടോണം. അപ്പൊ എന്നെ കാണാൻ അമ്മ അങ്ങോട്ട് വരില്ലേ? പറയമ്മ. അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമല്ലേ? എപ്പോഴും അങ്ങോട്ട് വന്ന് നിന്നെ കാണാൻ പറ്റുമോ? ഓർമ്മ വെച്ച കാലം മുതല് എന്റെ കൈ പിടിക്കാൻ ഏട്ടനുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചത് ഏട്ടനാ. എനിക്ക് ഏട്ടന്റെ കൂടെ തന്നെ കഴിയണം. ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞ് ഇവിടുത്തെ തെക്കേ പറമ്പിൽ നിന്ന് വേണം എനിക്ക് അന്ത്യയാത്ര പോവാൻ. അമ്മ, അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. നിധി എത്ര നിർബന്ധിച്ചിട്ടും ചന്ദ്രി വഴങ്ങുന്നില്ല അശോകേട്ട. നമ്മളെ വിട്ടു പോകാൻ അവക്ക് മനസ്സില്ലെന്നാ തോന്നുന്നേ. അമ്മ ഇങ്ങനെ തുടങ്ങുന്നത് വലിയ കഷ്ടമാ. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതേണ്ടതിന് പകരം ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും നരകമെന്നൊന്നും പറയില്ലേ മോനെ? അമ്മ വരുന്നില്ല എന്നാ പറയുന്നത്.
നമുക്ക് പോവാം. നീ അമ്മയോട് പിണങ്ങിയല്ലല്ലോ പോകുന്നേ. അമ്മയോട് പിണങ്ങാനോ? അതിന് ഞാൻ ചാവണം. ഇക്കാര്യത്തിൽ ആന്റിയുടെ തീരുമാനമാണ് പ്രധാനം. അതിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഈ തീരുമാനം മാറിയ ഒട്ടും മടിക്കാതെ അങ്ങോട്ട് വരണം. ഈശ്വരമംഗലത്തിന്റെ വാതിൽ ആന്റിക്കും നിഖിലിനും വേണ്ടി എപ്പോഴും തുറന്നു തന്നെ കിടക്കും. അതെനിക്കറിയാം മോനെ. ഇവിടെ ആരെങ്കിലും ആന്റിയെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ഇവിടെ ചന്ദ്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്റെ അനിയത്തിക്ക് എന്നോട് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനി അവൾക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. വളരെ ശരിയാ. ഇവിടെ ഇവക്ക് കഷ്ടപ്പാടിന് ഒരു കുറവും ഉണ്ടാവില്ല. നിഖിൽ, നിന്റെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ നോക്കിക്കോളാം. എന്താവശ്യത്തിനും ഇനി എന്നെ വിളിച്ചാൽ മതി. ശരി ഏട്ടാ. വരട്ടെ അമ്മ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വരവാ. നിങ്ങൾക്ക് കഴിക്കാൻ പോലും ഒന്നും തന്നില്ല. അതൊന്നും സാരമില്ലമ്മ. ഞങ്ങൾ അധികം വൈകാതെ വിരുന്നിന് വരാം. അപ്പോഴാവാം സൽക്കാരം. ഇറങ്ങാൻ നിധി. വസുന്ധര മേഡത്തിന്റെ പ്ലാൻ വർക്കൗട്ടായി. 100 രേണുക ചേരുന്നതാ ഒരു വസുന്ധര. അവരെ പിണക്കാതിരുന്ന പ്രയോജനം ഉണ്ടാവും.